എന്നോട് പല കസ്റ്റമേഴ്സും ചോദിക്കാറുള്ള കാര്യം ചേച്ചി ഭയങ്കര സൺ ടാൻ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സ്കിന്ന് ഫെയ്ഡ് ആവുന്നു, സൺസ്ക്രീൻ യൂസ് ചെയ്യണോ, അതിന് ഡോക്ടറിനെ കാണേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും മുന്നേ ഒരു ക്ലിനിക്കിൽ പോയി കണ്ട് റെഫർ ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് പലതായിരിക്കും അല്ലേ. അലർജറ്റിക് സ്കിൻ ടൈപ്പ് ഉള്ളവരും ഉണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില പ്രോഡക്റ്റ് റിയാക്ഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ടാൻ എന്താണെന്ന് ആദ്യം നോക്കാം. സൺ ടാൻ എന്ന് പറയുമ്പോൾ സൂര്യതാപവും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് നമുക്ക് ആർക്കും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലേ. നല്ല രീതിയിലാണ് സൂര്യതാപം ഏൽക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങി വണ്ടി ഓടിക്കുന്ന സമയത്തും പുറത്ത് ജസ്റ്റ് ഒന്ന് പോകുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ സൺ ടാൻ അടിക്കുകയും അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ബേസ് കോട്ടാണ്. അതിട്ടതിന് ശേഷം മാത്രം സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും 2 in 1 ആയിട്ട് കിട്ടുന്ന പാക്കും ഉണ്ട്. ഇപ്പോൾ സൺസ്ക്രീമും മോയ്സ്ചറൈസറും 2 in 1 ആയിട്ട് കിട്ടുന്ന പാക്കും ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ രീതിയിൽ വെയിലടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീം ഒരു 20-30 ഒക്കെ യൂസ് ചെയ്താൽ മതിയാവും. അതല്ല വെയിലത്ത് പണിയെടുക്കുന്നവർക്കും നല്ല രീതിയിൽ റൂട്ട് ഓടുന്നവർക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ SPF 50+++, എത്രത്തോളം പ്ലസ് വരുന്നോ അത്രയും സൺ പ്രൊട്ടക്ഷൻ കണ്ടന്റ് അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ റൂട്ട് ഓടുന്നവരൊക്കെ നല്ല സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം. എപ്പോഴും സെയിം ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. ഒരു പ്രോഡക്റ്റ് വേറൊരു കമ്പനി, അടുത്ത പ്രോഡക്റ്റ് വേറൊരു, അങ്ങനെ ചെയ്യരുത്. രണ്ടും സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഞാനിപ്പോൾ റൂട്ട് ഓടുന്ന ആളാണെന്ന് ഇരിക്കട്ടെ, ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഒരു 50++ ഉള്ളൊരു സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലെ മിററിൽ നോക്കിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ കളർ ഫെയ്ഡായതും ഓയിലി ഫീലും തോന്നി, കറുത്തതായിട്ട് അല്ലെങ്കിൽ ഇരുണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എത്രത്തോളം കൂടുമോ അത്രത്തോളം അതിലെ ഓയിൽ കണ്ടന്റ് കൂടും. കാരണം എങ്കിൽ മാത്രമേ സൂര്യതാപത്തിൽ നിന്ന് നമുക്കതിനെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്കത് തോന്നുന്നതാണ്. ഒരിക്കലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടത് കൊണ്ട് ഇരുണ്ട് പോകുന്നതല്ല കേട്ടോ. അപ്പം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ കൂടുതലായത്, ആ ഒരു കണ്ടന്റ് കൂടുതലായത് കൊണ്ടാണ് ഇരുണ്ടതായിട്ട് തോന്നുന്നത്. ചില കമ്പനികൾ പറയുന്നത് 8 മണിക്കൂറൊക്കെ വരെ, 6 മണിക്കൂർ 8 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ലാസ്റ്റിംഗ് കിട്ടും, അത്രയും നേരം സ്കിന്നിൽ ഇത് ഉണ്ടാവും, സൺ പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കാരണം ഇത്രയും സൂര്യതാപം ഏൽക്കുമ്പോൾ നമ്മൾ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് റൂട്ട് ഓടുന്നവരും വെയിലത്ത് പണിയെടുക്കുന്നവരൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഫേസും കൈയും ഒക്കെ നല്ലോണം ഒന്ന് നോർമൽ വാഷ് മതി, നല്ലോണം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു പരിധിയുണ്ട്. ഈ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നേരം കിടക്കുമെന്ന് പറഞ്ഞിട്ടാലും കുറച്ച് കഴിയുമ്പോൾ അത് അത്രയും വെയിലിൻ്റെ ആ ഒരു തീക്ഷ്ണത കൊണ്ട് അബ്സോർബായി പോകും. എപ്പോഴും നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കഴിവതും നല്ലൊരു ഇപ്പോൾ സ്കിന്നായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റ് ആണെങ്കിൽ സ്കിൻ ക്ലിനിക്കിലും, ഹെയർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെയും കണ്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് നിൽക്കുക. എന്തെങ്കിലുമൊക്കെ റിയാക്ഷനോ അലർജറ്റിക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ആവാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആതിര. ബൈ.